സ്നേഹമുള്ള മുഅ്മിനീങ്ങൾ, റമളാൻ നമ്മളിൽ നിന്ന് കഴിഞ്ഞു. ശഅബാൻ മാസത്തിലൂടെ നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഇനി അടുത്ത റമളാൻ വരെ നമ്മുടെ ജീവിതം നമ്മൾ റമളാനിൽ നേടിയെടുത്ത ആ ഒരു ആത്മീയ ചൈതന്യം കൈവിടാതെ വിശുദ്ധ ഇസ്ലാം പറയുന്ന, ഇസ്ലാം കൽപ്പിക്കുന്ന വിശുദ്ധമായ ആശയങ്ങളിലൂടെ മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ നമുക്ക് അല്ലാഹുവിൻ്റെ അടുക്കൽ ഒരു ഖബൂലിയത്ത് കിട്ടുകയുള്ളൂ. നമ്മെ സംബന്ധിച്ചിടത്തോളം മുസ്ലിങ്ങൾ അംഗബലം കൊണ്ട് കുറവൊന്നുമല്ല, ധാരാളം മുസ്ലിങ്ങളുണ്ട്. ഹൈക്കോടതി പുറത്തുവിട്ട കണക്കനുസരിച്ച് 80ഓളം കേസുകൾ ഒരു സ്ത്രീയും തമ്മിൽ വിവാഹം ചെയ്യാൻ വേണ്ടി രജിസ്റ്ററായി കെട്ടിനിൽക്കുന്നു എന്ന് നമ്മളിലേക്ക് ആ വിവരങ്ങൾ എത്തുമ്പോൾ എത്രമാത്രം വേദനാജനകമായി നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു എന്നത് നമ്മളൊക്കെ ആലോചിക്കേണ്ട ഒരു സംഗതിയാണ്. സോഷ്യൽ മീഡിയകൾ അതിൻ്റെ ആധിക്യം കാരണം പല നാടുകളിൽ നിന്നും മറ്റൊരു നാട്ടിലേക്ക് ഇൻസ്റ്റാഗ്രാമിലൂടെയും മറ്റു പല രൂപത്തിലൂടെയും ചാറ്റിംഗ് ചെയ്ത് അന്യ മതസ്ഥരുമായി പോലും മുസ്ലിം ചെറുപ്പക്കാരുകളും വലിയ ബന്ധം ഉണ്ടായിട്ടും ആ ബന്ധം പിന്നെ വേർപിരിയാൻ പറ്റാത്ത രൂപത്തിലൂടെ ആയി സ്വന്തം പിതാവിനെ പുറന്തള്ളിക്കൊണ്ട് അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെയാണ് നമ്മളും മുൻഗാമികളും തമ്മിലുള്ള ഏറ്റവും വലിയ വ്യത്യാസമുള്ളത്. നമുക്കറിയാം, മഹാന്മാരായ ബദർ ശുഹദാക്കൾ റളിയല്ലാഹു തആല അൻഹും അവർ അംഗബലം കൊണ്ട് വാന്തും അതില്ല, വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നത് അങ്ങനെയാണ്. നിങ്ങൾ വളരെ ന്യൂനപക്ഷം വരുന്ന ആളുകളാണ്, പക്ഷേ അവരുടെ ഹൃദയാന്തരങ്ങളിൽ തഖ്വയുണ്ടായിരുന്നു. ആ തഖ്വയുടെ ഒരൊറ്റ കാരണങ്ങൾ കൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല 1000ഓളം വരുന്ന കുഫാറുകളോട് പടപൊരുതി വിശുദ്ധ ഇസ്ലാമിന് എന്നും ഓർമ്മിപ്പിക്കാൻ പറ്റുന്ന രൂപത്തിൽ വിജയം കൈവരിച്ചിട്ടുള്ളത്. ഇനി അവിടെ നിന്ന് ഇങ്ങോട്ട് എത്തി കേരളക്കരയിലേക്ക് വിശുദ്ധ ദീനുൽ ഇസ്ലാമുമായി ആദ്യമായി വന്നത് മാലിക് ബിനു ദീനാറും കൂട്ടരുമാണ്. ആ സംഘം ഇങ്ങോട്ടെത്തിയപ്പോൾ പോലും അവര് ഒന്നും പ്രതീക്ഷിച്ചിട്ടില്ല. അവരുടെ മനസ്സാന്തരങ്ങളിലുള്ളത് ഈമാനും തഖ്വയുമായിരുന്നു. ആ തഖ്വ അനുസരിച്ചുകൊണ്ടാണ് അവർ ജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോയപ്പോഴാണ് ഇവിടെയുള്ള മറ്റു അവിശ്വാസികൾ പോലും ഇത് യഥാർത്ഥമായ ഒരു റൂട്ടാണ് എന്ന് മനസ്സിലാക്കി ശുദ്ധ ഇസ്ലാമിലേക്ക് കടന്നു വരികയും ദ ഫസ്റ്റ് മോസ്ക് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന കൊടുങ്ങല്ലൂരിലെ ചേരമാൻ പെരുമാൾ ജുമാ മസ്ജിദ്, സുബ്ഹാനല്ലാഹ്, അതിൻ്റെയൊക്കെ ചരിത്രം വായിക്കുകയാണെങ്കിൽ ആ സ്ഥലം കൊടുത്തതും അവിടെ പള്ളി നിർമ്മിച്ചതും അങ്ങനെ തുടങ്ങി കേരളക്കരയിൽ 12ഓളം പള്ളികൾ അവർ നിർമ്മിച്ചതൊക്കെ അവരുടെ ഈമാനിൻ്റെ ബലം കൊണ്ടായിരുന്നു. ഇന്ന് നമുക്ക് അംഗബലമുണ്ട്, പക്ഷേ ഈമാൻ കുറഞ്ഞുപോയി, തഖ്വ കുറഞ്ഞുപോയി. അല്ലാഹു നമുക്കൊക്കെ ഈമാൻ തഖ്വയും വർദ്ധിപ്പിച്ചു തരുമാറാവട്ടെ. ഇസ്ലാം, ആ ഇസ്ലാം അനുസരിച്ച് ജീവിച്ചാൽ അവർക്ക് കിട്ടുന്ന നേട്ടം ദുനിയാവിലും നാളെ ആഖിറത്തിലും അല്ലാഹു വലിയ സ്ഥാനം അവർക്ക് നൽകുകയാണ്. ഇസ്ലാം കാര്യങ്ങൾ എത്രയാണെന്ന് ചോദിച്ചാൽ 5 നമ്മൾ ചെറുപ്പം മുതലേ പഠിച്ചവരാണ്. അതിലേക്കുള്ളൊരു സൂചന മാത്രമാണ് ഇന്നത്തെ ക്ലാസ് ലക്ഷ്യം വെക്കുന്നത്. വിശുദ്ധ ഇസ്ലാം ഒന്നാമതായി നമ്മെ പഠിപ്പിക്കുന്നത് ഷഹാദത്ത് കലിമയാണ്. ആ ഷഹാദത്ത് കലിമ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ്, കളങ്കമില്ലാത്ത വിശ്വാസം നമ്മളിലേക്ക് ഉണ്ടാവണം. ഒരു കാരണവശാലും
ബിദ്അത്ത് നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരാൻ പാടില്ല. ബിദ്അത്ത് കടന്നു വന്നാൽ അതൊരു തരം വൈറസാണ്. അത് നമ്മുടെ ഈമാൻ ഇങ്ങനെ വല്ലാതെ മുറിച്ച് കളഞ്ഞ് ഈമാനില്ലാത്ത രൂപത്തിലേക്ക് കടന്നു പോവുകയാണ്. അള്ളാഹുവിന് കൈയുണ്ട് എന്ന് പറയുന്ന വിശ്വാസം, ഒരു കൈ ആകാശത്തിലാണ് മറ്റൊരു കൈ ഭൂമിയിലാണ് എന്ന് പറയുന്ന വിശ്വാസം, പിന്നെ എല്ലാം മാറി രണ്ട് കൈയും ആകാശത്തിലാണ് എന്ന് പറയുന്ന വിശ്വാസം, അള്ളാഹു സിംഹാസനത്തിൽ ഇരിക്കുന്നവനാണ് എന്ന് പറയുന്ന വിശ്വാസം, എത്ര തോനെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സാധാരണ മനുഷ്യരാണ്, സാധാരണ ഒരു അറബി പയ്യനാണ് എന്ന് പറയുന്ന വിശ്വാസം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മാതാപിതാക്കൾ നരകത്തിലാണെന്ന് പറയുന്ന വിശ്വാസം, എത്ര തോനെ ആ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശറഫാക്കപ്പെട്ട ശരീരം അതേ ജീർണിച്ച് നശിച്ചുപോയി എന്ന് പറയുന്ന വിശ്വാസം, നബിദിനം കഴിക്കുന്നത് ശിർക്കാണെന്ന് പറയുന്ന വിശ്വാസം, അങ്ങനെ തുടങ്ങി 921 വന്ന ഓരോ വിശ്വാസങ്ങളും അത് ഇസ്ലാമിന് ഒരിക്കലും യോജിക്കാത്തതാണ്. അത്തരം ബിദ്അത്തിന്റെ വിശ്വാസങ്ങളൊക്കെ വലിച്ചെറിഞ്ഞ് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ യഥാർത്ഥ ആശയത്തിൽ ജീവിക്കണം. അതാണ് ഒന്നാമതായി നമ്മെ പഠിപ്പിക്കുന്നത്. ആ വിശ്വാസങ്ങളിലേക്ക് പോയാലോ, വമൻ യബ്തഗി ഗൈറൽ ഇസ്ലാമി ദീനൻ ഫലൻ യുഖ്ബല മിൻഹു വഹുവ ഫിൽ ആഖിറതി മിനൽ ഖാസിരീൻ. ഇസ്ലാമല്ലാത്ത മറ്റൊരു പ്രത്യേക ആശയത്തെ ഒരാൾ സ്വീകരിച്ചാൽ, ദീനൻ മതമായി സ്വീകരിച്ചാൽ, ഫലൻ യുഖ്ബല മിൻഹു അവനിൽ നിന്ന് അത് സ്വീകരിക്കുകയില്ല, വഹുവ ഫിൽ ആഖിറതി മിനൽ ഖാസിരീൻ നാളെ ആഖിറത്തിൽ അവൻ പരാജിതരുടെ ലിസ്റ്റിലാണ് പെട്ടുപോവുക എന്ന് സൂറത്തു ആലു ഇമ്രാനിലെ 85-ാമത്തെ ആയത്തിൽ പഠിപ്പിക്കുകയാണ്. അപ്പൊ ഒന്നാമതായി ഇസ്ലാം നമ്മോട് പഠിപ്പിക്കുന്നത് കളങ്കമില്ലാത്ത വിശ്വാസമാണ്, ക്ലിയറായ വിശ്വാസമാണ്. ആ വിശ്വാസം ഓരോ ഭക്തിലും 5 വക്ത് നിസ്കാരങ്ങൾക്കും മുഅദ്ദിൻ വിളിച്ചു പറയുകയാണ്, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്. ആ യഥാർത്ഥ വിശ്വാസികളിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. 2, വിശുദ്ധ ഇസ്ലാം നമ്മെ സൂചിപ്പിക്കുന്നത് അസ്വലാ നിസ്കാരമാണ്. നിസ്കാരം അത് കൃത്യമായി നമ്മൾ നിർവഹിക്കാറുണ്ടോ? നമ്മൾ ഓരോരുത്തരും ആലോചിക്കേണ്ട ഒരു സംഗതിയാണ്. ഇന്ന സ്വലാത്ത കാനത് അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂതാ. നിസ്കാരം എന്ന് പറയുന്നത് മുഅ്മിനീങ്ങളുടെ മേലിൽ സമയം നിശ്ചയിക്കപ്പെട്ട ആരാധനയാണ്. ആ നിസ്കാരത്തിലേക്ക് വരുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് അത് വെറും ഒരു നിർവഹിക്കലാണോ ഞാൻ ചെയ്യുന്നത്? അതല്ല, ഞാനും എൻ്റെ റബ്ബുമായിട്ടുള്ള ഒരു അഭിമുഖ സംഭാഷണമാണല്ലോ നിസ്കാരം. ആ നിസ്കാരം ഭക്തിയോടെ ഞാൻ നിർവഹിക്കാറുണ്ടോ? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞില്ലേ, ഖുർറത്തു ഐനി ഫിസ്സലാ, എനിക്ക് കൺകുളിർമയാകുന്നത് ഫിസ്സലാത്തി നിസ്കാരത്തിലാണ്. നമ്മൾ നിസ്കരിക്കുന്ന സമയത്ത് ആ രൂപത്തിലുള്ളൊരു നിസ്കാരമാണോ? ഞാനും എൻ്റെ റബ്ബുമായിട്ടുള്ള അഭിമുഖ സംഭാഷണമാണെന്നുള്ളൊരു രൂപത്തിൽ തക്ബീറത്തുൽ ഇഹ്റാം കെട്ടി സലാം വീട്ടുന്നത് വരെ ആ ഒരു ചിന്തയിൽ നമ്മൾ നിസ്കരിച്ചിട്ടുണ്ടോ? അല്ലാഹുവേ, ഞങ്ങളുടെ നിസ്കാരങ്ങളിലൊക്കെ നീ ഖുശൂഅ് തരണേ അല്ലാഹ്, ഇഖ്ലാസ് തരണേ അല്ലാഹ്, തഖ്വ തരണേ അല്ലാഹ്. ആ രൂപത്തിൽ അങ്ങ് നിസ്കരിക്കുമ്പോഴാണ് നമ്മുടെ നിസ്കാരമാകുന്നത്. ചുരുക്കട്ടെ, ആ 5 വക്ത് നിസ്കാരങ്ങളിൽ എത്ര വക്ത് നിസ്കാരമാണ് ഖളാ ആവാതെ നിസ്കരിക്കാൻ കഴിയുന്നത്? സുബ്ഹി ഖളാ ആകുന്നുണ്ടോ? നമ്മുടെ ഈമാനിന്റെ കുറവാ. ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് കണ്ണു കാണാത്ത ഇബ്നു ഉമ്മി മക്തും റളിയല്ലാഹു അൻഹു ചോദിക്കുന്നുണ്ട്, നബിയെ, മദീനയിൽ ഈ ജന്തുക്കളും വന്യമൃഗങ്ങളൊക്കെ വരുന്നത് കാരണം എനിക്ക് എന്തെങ്കിലുമൊക്കെ ഒരു അഫുണ്ടോ? ഞാൻ ഈ കണ്ണു കാണാതെ മദീന പള്ളിയിലേക്ക് വരുമ്പോൾ എനിക്ക് അത്തരം ഒരു തടസ്സമുണ്ടാകുന്നതിന് വല്ല ഇളവുണ്ടോ നബിയെ എന്ന് ചോദിച്ചപ്പോ
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇബ്നു ഉമ്മി മക്തൂം റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞത്, അല്ലയോ ഇബ്നു ഉമ്മി മക്തൂം, നിങ്ങൾക്ക് അദാൻ കേൾക്കാറുണ്ടോ? അദാൻ കേൾക്കാറുണ്ടെങ്കിൽ നിർബന്ധമായും നിങ്ങൾ പള്ളിയിൽ വരണം. എന്നിട്ട് അവിടെ നിന്ന് പറഞ്ഞു, അദാൻ കേട്ടിട്ടോ മതിയായ കാരണമില്ലാതെ ഒരാൾ പള്ളിയിൽ വന്നിട്ടില്ല എങ്കിൽ, ജമാഅത്തിൽ പങ്കെടുത്തിട്ടില്ല എങ്കിൽ അവന് നിസ്കാരമില്ല. ഇന്ന് നമുക്ക് അത്രയൊക്കെ പ്രയാസമുണ്ടോ? നമ്മുടെ വീടിൻ്റെ മുന്നിൽ ഏതെങ്കിലും ഒരു വന്യജീവിയുണ്ടോ? അല്ലെങ്കിൽ അതുപോലെ പഴയകാലം പോലെ കാടുകൾ നിറഞ്ഞതാണോ? അല്ല. ഇന്ന് നമുക്ക് ചാവി കൊടുത്താൽ ആ ബൈക്കും കൊണ്ട് നേരെ പള്ളിയിലേക്ക് വരാൻ മാത്രമേ ഉള്ളൂ. അത്രയും നല്ല സൗകര്യങ്ങളാണ്. റോഡ് സൈഡിൽ ലൈറ്റാണ്. അതിന് റോഡ് സൈഡിലില്ലെങ്കിൽ ഓരോ വീട്ടുമുറ്റത്തും ലൈറ്റാണ്. എല്ലാ സൗകര്യങ്ങളുണ്ടായിട്ടും നമ്മൾ ഓരോ കാരണങ്ങൾ പറഞ്ഞ് സുബ്ഹി മുടക്കുന്നുണ്ടോ? മറ്റു ജമാഅത്തുകൾ മുടക്കുന്നുണ്ടോ? നമ്മൾ അതിൽ നിന്നെല്ലാം ഉണർന്ന് ചിന്തിച്ച് കൃത്യമായി ജമാഅത്തിൽ പങ്കെടുക്കാൻ വരണം. കാരണം കണ്ണ് കാണാത്ത ഇബ്നു ഉമ്മി മക്തൂം റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങനെ ഉപദേശിച്ചിട്ടുണ്ട് എങ്കിൽ, കണ്ണിന് കാഴ്ച അല്ലാഹു നമുക്ക് തന്നിട്ടുണ്ട്, നടക്കാനുള്ള ആഫിയത്ത് തന്നിട്ടുണ്ട്, എല്ലാ സൗകര്യങ്ങളും തന്നിട്ടും നമുക്കൊന്ന് പള്ളിയിലേക്ക് വരാൻ സാധിച്ചിട്ടില്ല എങ്കിൽ നമ്മുടെ ഈമാനും അവരുടെ ഈമാനും എത്രമാത്രം മാറ്റമുണ്ട് എന്ന് ചിന്തിക്കാൻ മാത്രമേ ഉള്ളൂ. സ്വലാത്തുൽ ജമാഅത്തി അഫ്ളലു മിൻ സ്വലാത്തിൽ ഫർദി ബി27 ദറജ. ഒറ്റക്ക് നിസ്കരിക്കുന്നതിനേക്കാളും 27 ഇരട്ടി പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന ഈ ജമാഅത്ത് നിസ്കാരമുണ്ടല്ലോ, ആ ജമാഅത്ത് നിസ്കാരം കൃത്യമായി ഒരാളുടെ ജീവിതത്തിൽ അങ്ങ് നടപ്പാക്കിയാൽ വലിയ സൗഭാഗ്യം അദ്ദേഹത്തിന് അല്ലാഹു നൽകുകയാണ്. ഒന്ന്, അദ്ദേഹം എപ്പോഴാണ് മരിക്കുന്നത് എന്നുള്ളൊരു റിസൾട്ട് നേരത്തെ തന്നെ അവന് ലഭിക്കുകയാണ്. അത് തന്നെ വലിയ ഒരു അനുഗ്രഹമല്ലേ മുഅ്മിനീങ്ങളെ? ഒരു വലിയ പണ്ഡിതൻ മഹാനായ സയ്യിദ് അവേലത്ത് തങ്ങൾ, അല്ലാഹു അവിടുത്തെ ദറജ ഉയർത്തി കൊടുക്കുമാറാവട്ടെ, മഹാനവറുകളുടെ കൂടെ ഒരു രോഗിയെ കാണാൻ വേണ്ടി പോവുകയാണ്. രോഗിയെ കാണാൻ വേണ്ടി പോയി. ആ രോഗിയെ കണ്ടതിന് ശേഷം ആ രോഗി പറയുകയാണ്, ഞാൻ ഇത്രയും സമയം വെയിറ്റ് ചെയ്തത് തങ്ങളെ, നിങ്ങളെയും ഈ പണ്ഡിതനെയും കാണാൻ വേണ്ടിയാണ്. ഞാൻ അത് കണ്ടു, എനിക്ക് സന്തോഷമായി. ഇനി ഞാൻ പോവുകയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നും പറഞ്ഞ് കലിമത്ത് തൗഹീദ് ഉച്ചരിച്ച് മരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. മഹാന്മാർ പറയുന്നു, എന്തേ അതിൻ്റെ കാരണം? ആ മനുഷ്യൻ കൃത്യമായി ജമാഅത്തിൽ പങ്കെടുക്കുന്ന ആളായിരുന്നു. ഒരൊറ്റ വക്തും ജമാഅത്ത് മുടക്കാത്ത ആളായിരുന്നു. അപ്പൊ ജമാഅത്ത് മുടക്കാത്തവന് കിട്ടുന്ന ഒരു നേട്ടം, അവന് മരിക്കുന്ന സമയം അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിച്ചു കൊടുക്കുകയും അതിന്റെ മുമ്പ് സൽക്കർമ്മങ്ങളൊക്കെ ചെയ്ത് അല്ലാഹുവിലേക്ക് അടുക്കാനുള്ള ഒരു വഴി അല്ലാഹു എളുപ്പമാക്കി കൊടുക്കും. അർഹമർ റഹീമായ അല്ലാഹ്, സാധുക്കളായ ഞങ്ങൾക്ക് അമലില്ല, ഇൽമില്ല, റബ്ബേ മഹാന്മാരുടെ ബർക്കത്ത് കൊണ്ട് ഞങ്ങൾക്കൊക്കെ നീ പൊരുത്തപ്പെടുന്ന രൂപത്തിൽ മരിക്കാനുള്ള തൗഫീഖ് തരണേ അല്ലാഹ്. ഇനിയും ഞാൻ പറയുകയാണ്, പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഏതായാലും നമ്മൾ ഇന്നു മുതൽ തീരുമാനിക്കുക, ഒരൊറ്റ വക്തും ഞാൻ നഷ്ടപ്പെടുത്തൂല. ആ വക്ത് നഷ്ടപ്പെടുത്താതെ നമ്മൾ ജീവിക്കുമ്പോൾ ഒരു കാര്യം കൂടെ നമ്മൾ ശ്രദ്ധിക്കണം. മഹാനായ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, മൻ സ്വല്ലാ ലില്ലാഹി 40 യൗമൻ, ഒരാൾ നിസ്കരിക്കുകയാണ്. എങ്ങനെ? 40 യൗമ, 40 ദിവസം അദ്ദേഹം നിസ്കരിക്കുകയാണ്. ആ 40 ദിവസം 5 വക്ത് നിസ്കാരവും 40 ദിവസത്തോളം വളരെ കൃത്യമായിട്ട് നിസ്കരിക്കുകയാണ്. ഫി ജമാഅത്തിൻ, ജമാഅത്തായിട്ട് നിസ്കരിക്കാൻ ഒരൊറ്റ ജമാഅത്തും കളഞ്ഞില്ല. 40 ദിവസം 5 വക്ത് നിസ്കാരവും വളരെ കൃത്യമായിട്ട് അദ്ദേഹം നിർവഹിക്കുന്നു. എങ്ങനെയാണ്? യുദ്രികു തക്ബീറത്തുൽ ഊലാ, അദ്ദേഹം
തക്ബീറത്തുൽ ഊല, ഒന്നാമത്തെ തക്ബീർ, അതാണ് തക്ബീറത്തുൽ ഇഹ്റാം. ആ തക്ബീറത്തുൽ ഇഹ്റാം അദ്ദേഹത്തിന് ലഭിക്കുകയാണ്. അഥവാ ഇമാമിന്റെ തക്ബീറത്തുൽ ഇഹ്റാം, ആ തക്ബീറത്തുൽ ഇഹ്റാം ഇമാം കെട്ടുന്നു, ഉടനെ തന്നെ മഅ്മൂമും കെട്ടുന്നു. പിന്നെ അങ്ങോട്ട് നോക്കലില്ല, ഇങ്ങോട്ട് നോക്കലില്ല, മറ്റു ശ്രദ്ധയില്ല. അതാണല്ലോ തക്ബീറത്തുൽ ഇഹ്റാമിന്റെ ഫളീലത്ത് ലഭിച്ചവനെന്ന് പറയുന്നത്. ഇമാം തക്ബീറത്തുൽ ഇഹ്റാം കെട്ടിയ ഉടനെ മറ്റുള്ള മഅ്മൂമിങ്ങളും തക്ബീർ കെട്ടുന്നു. അങ്ങനെ ഒന്നാമത്തെ തക്ബീർ അവൻ എത്തിക്കുകയാണ്. എത്ര ദിവസം? 40 ദിവസം. അത് കൃത്യമാണ്, ഒന്നുപോലും നഷ്ടപ്പെട്ടിട്ടില്ല. അങ്ങനെയുള്ളവന് കുതിബത്ത് ലഹു ബറാഅതാൻ, 2 മോചനം അല്ലാഹു രേഖപ്പെടുത്തി വെക്കുകയാണ്. ഒന്നെന്താണ്? ബറാഅത്തും മിനന്നാർ, ഒന്ന് നരകത്തിൽ നിന്നുള്ള മോചനമാണ്. വബറാഅത്തും മിനൻ നിഫാഖ്, മറ്റൊന്ന് കാപട്യത്തിൽ നിന്നുള്ള മോചനമാണ്. ഈ 2 മോചനം കിട്ടിയാൽ തന്നെ നമ്മൾ രക്ഷപ്പെട്ടില്ലേ മുഅ്മിനീങ്ങളെ? അതുകൊണ്ട് ഇന്നത്തെ ളുഹർ മുതൽ നമ്മൾ തീരുമാനിക്കണം, 40 ദിവസം അത് കൃത്യമായിട്ട് ഞാൻ എൻ്റെ ജമാഅത്ത് മുടക്കാതെ ഞാൻ പള്ളിയിൽ വന്ന്, ഇനി അഥവാ അത്യാവശ്യ കാര്യങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ഒരു ചുറ്റുപാടിൽ കുടുങ്ങിയത് കൊണ്ട് എൻ്റെ ജമാഅത്ത് മുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഒരാളെ തേടിയിട്ടെങ്കിലും ഞാൻ എൻ്റെ ജമാഅത്ത് നഷ്ടപ്പെടുത്താതെ ആ ജമാഅത്ത് കിട്ടുന്ന രൂപത്തിൽ ഞാൻ നിർവഹിക്കും. അങ്ങനെ 40 ദിവസത്തോടുകൂടെ മതിയാക്കാൻ പറ്റുമോ? മതിയാക്കാൻ പറ്റൂലല്ലോ. പക്ഷെ ആ 40 ദിവസം കൃത്യമായി അവൻ പങ്കെടുത്തു കഴിഞ്ഞാൽ പിന്നെ അവന്റെ മരണം വരെ ജമാഅത്തിലേക്ക് പങ്കെടുക്കാനുള്ളൊരു ആശ അവന് വരികയും പിന്നെ നല്ല ഭക്തിയോടുകൂടെ മരണം വരെ കൃത്യമായി ജമാഅത്ത് നിർവഹിക്കാനുള്ള സൗഭാഗ്യം അള്ളാഹു അവന് കൊടുക്കുകയാണ്. ആ രൂപത്തിൽ റബ്ബേ ഞങ്ങൾക്കൊക്കെ നീ തൗഫീഖ് തരണേ അല്ലാഹ്. ഇനി മൂന്നാമത്തെ കാര്യം ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നത് സകാത്താണ്. സകാത്ത് 2 ഐറ്റംസ് ഉണ്ട്. ഒന്ന് സകാത്തുൽ മാൽ, മറ്റൊന്ന് സകാത്തുൽ ഫിത്ർ. ആ സകാത്തുൽ ഫിത്ർ ആണ് ശരീരത്തിന്റെ സകാത്ത്. അത് നമ്മൾ കഴിഞ്ഞ റമദാനിന്റെ അവസാന ഘട്ടത്തിൽ ഷവ്വാലിന്റെ ആദ്യ ദിവസവും സംഗമിക്കുന്ന അന്ന് മുതൽ നമ്മൾ കൊടുത്തു. അല്ലാഹു ഖബൂലാക്കി തരുമാറാവട്ടെ. മറ്റൊന്നാണ് സമ്പത്തിന്റെ സകാത്ത്. അല്ലാഹു തആല നമുക്ക് സമ്പത്ത് തരുന്നത് നമ്മെ പരീക്ഷിക്കാൻ വേണ്ടിയാ. കൃത്യമായി സകാത്ത് കൊടുക്കണം. അതിനു പുറമെ സാധുക്കളെ സഹായിക്കണം. അല്ലാഹുവിന്റെ പള്ളിക്ക് നൽകണം, മദ്രസക്ക് നൽകണം, സ്ഥാപനങ്ങൾക്ക് നൽകണം. സൂറത്തു ആൽ ഇംറാനിൽ അല്ലാഹു പറയുകയാണ്, വലാ യഹ്സബന്നല്ലദീന യബ്ഖലൂന ബിമാ ആതാഹുമുല്ലാഹു മിൻ ഫദ്ലിഹി ഹുവ ഖൈറൻ ലഹും. അല്ലാഹു സുബ്ഹാനഹു വ തആല തന്റെ അനുഗ്രഹമായി നൽകിയ സമ്പത്ത്, ആ സമ്പത്തിൽ പിശുക്ക് കാണിക്കുന്നവർ അവർക്ക് ഒരിക്കലും ഗുണമാണെന്നവർ കരുതരുത്. ബൽ ഹുവ ശർറുൻ ലഹും, അത് അവർക്ക് ദോഷമാണ്. സയുതവ്വിഖൂന മാ ബഖിലൂ ബിഹി യൗമൽ ഖിയാമ, അവർ പിശുക്ക് കാണിച്ച കൂട്ടിയിട്ട സമ്പത്തുകൾ കൊണ്ട് അവരുടെ കഴുത്തുകളിൽ ആഭരണം അണിയിക്കപ്പെടും. വലില്ലാഹി മിറാസുസ് സമാവാതി വൽ അർദ്, ആകാശഭൂമികളുടെ അനന്തരാവകാശം അല്ലാഹുവിനാണ്. അല്ലാഹു ബിമാ തഅമലൂന ഖബീർ, നിങ്ങൾ പ്രവർത്തിക്കുന്നതെല്ലാം അല്ലാഹു നന്നായി അറിയുന്നതാണ്. നിങ്ങൾക്ക് സമ്പത്ത് തന്നല്ലോ, ആ സമ്പത്ത് നിങ്ങൾ ചെലവഴിക്കുന്നുണ്ടോ? നിങ്ങൾ സാധുക്കൾക്ക് നൽകുന്നുണ്ടോ? അത് അല്ലാഹു പരീക്ഷിക്കുകയാണ്. ആ സകാത്ത് ഒരു ശുദ്ധീകരണമാണ്. ആ സകാത്തിനെ സംബന്ധിച്ച് ഇമാം ബൈളാവി റളിയല്ലാഹു അൻഹു പറയുകയാണ്, അസ്സകാത്തു ബിമഅന അത്വഹാറ. സകാത്ത് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ശുദ്ധീകരണമാണ്. ഫഇന്നഹാ തുതഹിറുൽ മാല മിനൽ ഖുബസി, അത് സമ്പത്തിനെ ശുദ്ധീകരിക്കുകയാണ്. മിനൽ ഖുബസി, മാലിന്യങ്ങളിൽ നിന്ന് ശുദ്ധീകരിക്കുകയാണ്. വൻ നഫ്സ ബിൽ ബുഖ്ലി, പിശുക്കിൽ നിന്ന് ശരീരത്തെയും ശുദ്ധീകരിക്കുന്നതാണ് സകാത്ത് കൊടുക്കുക എന്നുള്ളത്. അപ്പൊ വിശുദ്ധ ഇസ്ലാം സകാത്ത് കൊടുക്കേണ്ട ഇനങ്ങളൊക്കെ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അതിലേക്കൊരു സൂചന മാത്രം പറയുകയാണ്. ഒരാൾക്ക് ഒട്ടകമുണ്ട്. ആ ഒട്ടകം 1 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്, 4 ഉണ്ട്. എന്നാൽ അദ്ദേഹം സക്കാത്ത് കൊടുക്കണോ? സക്കാത്ത് കൊടുക്കേണ്ടതില്ല. 5 ഒട്ടകം ഒരാൾക്കുണ്ട്.
എങ്കിൽ അദ്ദേഹം ഒരു വർഷം തികഞ്ഞാൽ ഒരു ആടിനെ കൊടുക്കണം, സക്കാത്തായി നൽകണം. പിന്നെ അങ്ങനെ പോയി 9 എണ്ണമായാലും ഇത് തന്നെ കൊടുത്താൽ മതി. 10 എണ്ണമായാൽ 2 ആട് സക്കാത്ത് കൊടുക്കണം. പിന്നെ അതിന്റെ മുകളിലേക്ക് ഇങ്ങനെ പോവുകയാണ്. അതുകൊണ്ട് ആ ഒരു സക്കാത്ത് അവൻ കൊടുത്ത് വിട്ടുക തന്നെ വേണം. ഇനി മാട് വർഗമാണ്, ഒരാൾക്ക് പശുണ്ട്, ആ പശുവിൽ അദ്ദേഹത്തിന് 29 പശു ഉണ്ടെങ്കിൽ അദ്ദേഹം സക്കാത്ത് കൊടുക്കണോ? സക്കാത്ത് കൊടുക്കേണ്ടതില്ല. 30 പശു ഉണ്ടെങ്കിലോ 1 വയസ്സുള്ള ഒരു പശുവിനെ കൊടുക്കണം. പിന്നെ അതിന്റെ മുകളിലേക്ക് ഇങ്ങനെ ഓരോ കണക്കും ഏറുകയാണ്. ഇൻഷാ അല്ലാഹ് സക്കാത്തിന്റെ ക്ലാസ്സിൽ നമുക്ക് പറയാം, സൂചനയ്ക്ക് വേണ്ടി പറഞ്ഞു എന്ന് മാത്രമാണ്. ഇനി ഒരാൾക്ക് ആടുണ്ട്, ആ ആടുണ്ടെങ്കിൽ അദ്ദേഹം എങ്ങനെയാണ് സക്കാത്ത് കൊടുക്കേണ്ടത്? 39 ആടുണ്ടെങ്കിൽ സക്കാത്ത് കൊടുക്കണോ? സക്കാത്ത് കൊടുക്കേണ്ടതില്ല. 40 ആടുണ്ടെങ്കിൽ 1 ആട് സക്കാത്ത് കൊടുക്കണം. അങ്ങനെ അതിന്റെ മസാല എങ്ങനെ പോവുകയാണ്. അപ്പൊ നോക്കൂ, ഇസ്ലാം ആ ഒരു 40 ആടുണ്ടെങ്കിൽ 1 ആട് സക്കാത്ത് കൊടുക്കണം എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഇവന്റെ ഈ 40 ആടിലും ബറക്കത്തുണ്ടാകാൻ വേണ്ടിയാണ്. അതുപോലെ തന്നെ 29 മാടിലും അവൻക്ക് ബറക്കത്തുണ്ടാകാൻ വേണ്ടിയാണ്. 5 ഒട്ടകങ്ങളിൽ അവൻ ഒരു വർഷം പൂർത്തിയാകുമ്പോൾ 1 ആടിനെ സക്കാത്ത് കൊടുക്കണമെന്ന് പറയുന്നത് അവന്റെ ഈ ഒട്ടകത്തിൽ ബറക്കത്തുണ്ടാകാൻ വേണ്ടിയിട്ടാണ് ഇസ്ലാം നിർദ്ദേശിക്കുന്നത്. എന്നാൽ ആട്, മാട്, ഒട്ടകത്തിന് അവൻ സക്കാത്ത് കൊടുക്കാതെ അതിങ്ങനെ കടിച്ചു പിടിച്ചിങ്ങനെ നടക്കുകയാണ്, സാധുക്കൾക്ക് നൽകുന്നില്ല എങ്കിൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മാ മിൻ സാഹിബി ഇബിലിൻ വലാ ബഖരിൻ വലാ ഗനമിൻ ലാ യുഅദ്ദി സകാതഹാ. ആട്, മാട്, ഒട്ടകം എന്നിവയുടെ സക്കാത്ത് നൽകാത്ത ഉടമയുണ്ടല്ലോ, അവന്റെ ഉടമസ്ഥതയിലുള്ള ആട്, മാട്, ഒട്ടകങ്ങളുടെ സക്കാത്ത് അവൻ നൽകിയിട്ടില്ല. അങ്ങനെയുള്ള ഒരു മനുഷ്യൻ ഇല്ലാ ജാഅത് യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ ആ ആട് അല്ലെങ്കിൽ മാട് അല്ലെങ്കിൽ ഒട്ടകം, ഈ ഒട്ടകങ്ങൾ, ഈ മൃഗങ്ങൾ അഥവാ സക്കാത്ത് കൊടുക്കേണ്ട ഈ മൃഗങ്ങൾ അവയുടെ ഉടമസ്ഥന്റെ അടുക്കലേക്ക് വരികയാണ്. ഓടിച്ചെന്നിട്ടോ എങ്ങനെയാണ് ആ മൃഗങ്ങൾ വരുന്നത്? വളരെ ഭീതിപ്പെടുത്തുന്ന രൂപത്തിൽ, തടിച്ചു കൊഴുത്ത് ഭീതിപ്പെടുത്തുന്ന രൂപത്തിൽ വന്നിട്ടോ അവയുടെ ഉടമകളെ കണ്ടാൽ അവർ അതാ കൊമ്പ് കൊണ്ട് ആ ഉടമയെ കുത്തുന്നു. ആ കുളമ്പ് കൊണ്ട് ആ ഉടമയെ ചവിട്ടുന്നു എന്ന് മാത്രല്ല, അവയിൽ നിന്ന് ആട് അല്ലെങ്കിൽ മാട് അല്ലെങ്കിൽ ഒട്ടകം അതിങ്ങനെ വന്ന് ഓരോന്ന് ചവിട്ടുകയാണ്, കുത്തുകയാണ്. എല്ലാം കഴിഞ്ഞ് അവസാനത്തേതെത്തുകയാണ്. ഇപ്പൊ 40 ആടുണ്ടെങ്കിൽ ആ 40 ആടിന്റെ തുടക്കം മുതൽ ലൈനായിട്ട് ഇങ്ങനെ നിൽക്കുക. എന്തിന്? ഈ കൊമ്പ് കൊണ്ട് കുത്താൻ, കുളമ്പ് കൊണ്ട് ചവിട്ടാൻ. ഇതിങ്ങനെ നിന്ന് 40ാമത്തെ ആടും ചവിട്ടിക്കഴിഞ്ഞാൽ 40 കഴിഞ്ഞ് ഇനി അതാ വീണ്ടും അതേ ശിക്ഷ. ഒന്നാമത് അതാ വീണ്ടും റിട്ടേൺ ആയിട്ട് വരുന്നു, ചവിട്ടുന്നു, കുത്തുന്നു. അങ്ങനെ അതിന്റെ വിധി നടപ്പാക്കുന്നത് വരെ ആ ശിക്ഷ തുടരുകയാണ്. കാക്കുമാറാവട്ടെ. ഇനിയോ സ്വർണം, വെള്ളി, അതിന് സക്കാത്ത് കൊടുക്കണം. ഒരു വർഷം പൂർണ്ണമായും ഇസ്ലാം പറഞ്ഞ കണക്ക് പ്രകാരം ഒരാളുടെ കയ്യിൽ സ്വർണമുണ്ട്, വെള്ളിയുണ്ട്, അതിന്റെ വിലക്ക് തുല്യമായ പണമുണ്ട്, ഒരാളുടെ ഉടമസ്ഥതയിലുണ്ടെങ്കിൽ അതിന്റെ 2.5% സക്കാത്ത് നൽകണം. വെള്ളിയുടെ സക്കാത്ത് നിർബന്ധമാകുന്ന ഏറ്റവും കുറഞ്ഞ പരിധി അത് 200 ദിർഹമാണ്. മെട്രിക് തൂക്കമനുസരിച്ച് 595 ഗ്രാമാണ്. സ്വർണത്തിന്റെ സക്കാത്ത് നിർബന്ധമാകുന്ന ഏറ്റവും കുറഞ്ഞ പരിധി 20 മിസ്കാലാണ്. അതിലെ മെട്രിക് തൂക്കമനുസരിച്ച് 85 ഗ്രാമാണ്, അഥവാ 10.5 പവനാണ്. അതവൻ കോയിൻസ് ആക്കി വെച്ചാലും ബിസ്ക്കറ്റ് ആക്കി വെച്ചാലും അതിന് സക്കാത്ത് നൽകേണ്ടതുണ്ട്. എന്നാൽ അനുവദിക്കപ്പെട്ട ആഭരണമാണോ അതിന് സക്കാത്ത് നൽകേണ്ടതില്ല. ചുരുക്കത്തിൽ പറയട്ടെ, ഒരാളുടെ കയ്യിൽ പണമുണ്ട്, ആ പണം 595 ഗ്രാം വെള്ളിയുടെ തുക ഒരു വർഷം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അതിന്റെ 2.5% സക്കാത്ത് നൽകണം. അപ്പൊ നമ്മൾ അതിന്റെ 2.5% സക്കാത്ത് നൽകുമ്പോ
നമ്മളൊന്ന് ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്യുക, അന്ന് നമുക്ക് പല സൗകര്യങ്ങളുമുണ്ട്. ടുഡേ സിൽവർ റൈറ്റ്സ് എന്ന് അടിച്ചാൽ നമുക്ക് ഇന്നത്തെ റേറ്റ് നമുക്ക് കാണാൻ കഴിയും. ആ റേറ്റ് നോക്കിയിട്ട് നമ്മൾ അതിൻ്റെ 2.5% സക്കാത്ത് നൽകണം. ഇടയ്ക്ക് ഞാനൊരു മസല പറയട്ടെ. ഒരാൾ 1,00,000 രൂപ നമ്മളിൽ നിന്ന് വാങ്ങി, കടം വാങ്ങിയതാ. ആ കടം വാങ്ങിയ 1,00,000 രൂപ അങ്ങനെ തന്നെ കൊണ്ടുപോയി അദ്ദേഹം സൂക്ഷിച്ചു വെച്ചു, അലമാരയിൽ സൂക്ഷിച്ചു വെച്ചു. അതിന്റെ ഉടമ നമ്മളാണ്, വാങ്ങിയത് മറ്റേ ആളാണ്. മറ്റേ ആൾ ചെലവാക്കിയിട്ടില്ല. 1 വർഷത്തോളം അങ്ങനെ തന്നെ അലമാരയിൽ കിടന്നാൽ അതിന്റെ സക്കാത്ത് നമ്മളും കൊടുക്കണം, നമ്മളിൽ നിന്ന് വാങ്ങിയ ആ മനുഷ്യനും കൊടുക്കണം. അതൊരു നിയമമാണ്. എന്നാൽ കടം വാങ്ങിയ വ്യക്തി അത് ചെലവഴിച്ചാൽ അതിന്റെ ഉടമയായ നമ്മൾ മാത്രം കൊടുത്താൽ മതി, കടം വാങ്ങിയ വ്യക്തി കൊടുക്കേണ്ടതില്ല. അപ്പോൾ ഒരു 50,000 രൂപയുണ്ടെങ്കിൽ അതിന്റെ 2.5% എത്രയാണ്? 1,250 രൂപയാണ്. 1,00,000 രൂപയുണ്ടെങ്കിൽ 2,500 രൂപയാണ്. 2,00,000 ഉണ്ടെങ്കിൽ 5,000 രൂപയാണ്. ഇത് സാധുക്കൾക്ക് നൽകേണ്ടതാണ്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്ന 3ാമത്തെ സംഗതിയാണല്ലോ സക്കാത്ത് എന്ന് പറയുന്നത്. ആ സക്കാത്ത് നമ്മൾ മൃഗങ്ങളെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഈ സ്വർണം വെള്ളി സക്കാത്ത്, സ്വർണം വെള്ളിയുടെ സക്കാത്ത്, അതല്ലെങ്കിൽ അത്രയും തുല്യമായ പണം നമ്മൾ സൂക്ഷിച്ചു വെച്ചിട്ടത് സക്കാത്ത് വീട്ടിയിട്ടില്ലെങ്കിൽ ശക്തമായ ശിക്ഷയുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുകയാണ്. الذين يكنزون الذهب والفضة ولا ينفقونها في سبيل الله. സ്വർണവും വെള്ളിയും അല്ലാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കാതെ ശേഖരിച്ച് വെക്കുന്നവർക്ക് ഫബശ്ശിർഹും ബിഅദാബിൻ അലീം, വേദനാജനകമായ ശിക്ഷയുണ്ട് എന്ന് നബിയെ അവർക്ക് തങ്ങൾ സന്തോഷ വാർത്ത അറിയിക്കണം. യൗമ യുഹ്മാ അലൈഹാ ഫീ നാരി ജഹന്നമ ഫതുഖ്വാ ബിഹാ ജിബാഹുഹും വജുനൂബുഹും വദുഹൂറുഹും. നരകാഗ്നിയിൽ അവൻ ചൂടാക്കപ്പെടുകയും ആ ചൂടാക്കിക്കൊണ്ട് അവരുടെ മുഖത്തും നെറ്റിയിലും പാർശ്വങ്ങളിലും മുതുകിലുമൊക്കെ ചൂടാക്കി ഇങ്ങനെ വെക്കുകയാണ്. എന്നിട്ട് അവരോട് പറയും, നിങ്ങൾ നിങ്ങളുടെ ശരീരത്തിന് വേണ്ടി സൂക്ഷിച്ചു വെച്ച സംഗതിയാണിത് കേട്ടോ. ഇതിങ്ങനെ ഇതിന്റെ ടേസ്റ്റ് നിങ്ങൾ അറിഞ്ഞോളൂ, ഇത് നിങ്ങൾ രുചിച്ചോളൂ എന്ന് വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുകയാണ്. മഹാനായ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാൻ കഴിയും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, മാ മിൻ സാഹിബിൻ ദഹബിൻ വലാ ഫില്ലത്തിൻ ലാ യുഅദ്ദി മിൻഹാ ഹഖഹാ. ഒരാളുടെ കയ്യിൽ സ്വർണമുണ്ട്, വെള്ളിയുണ്ട്, അതിന്റെ സക്കാത്ത് ഒരാൾ കൊടുത്തു വീട്ടിയിട്ടില്ലെങ്കിൽ ഇല്ലാ ഇദാ കാന യൗമുൽ ഖിയാമത്തി സുഫിഹത് ലഹു സഫായിഹു മിൻ നാരി. ആ സ്വർണവും വെള്ളിയും തീയാലുള്ള പലകകളാക്കി മാറ്റപ്പെടുന്നു. എന്നിട്ടോ ആ പലകകള് നരകാഗ്നിയിലിട്ട് ഇങ്ങനെ പഴുപ്പിക്കുകയാണ്. പഴുപ്പിച്ചിട്ടോ അതിന്റെ ഉടമയുടെ നെറ്റിത്തടത്തിലും പാർശ്വഭാഗങ്ങളിലും മുതുകുകളിലും കരിക്കപ്പെടുകയാണ്. കരിച്ച് ആ പലക ഒന്ന് ഏകദേശം തണുപ്പായി മാറുകയാണെങ്കിൽ വീണ്ടും അള്ളാഹുവിന്റെ കോടതിയിലുള്ള ഒരൊറ്റ ദിവസത്തിന്റെ ദൈർഘ്യം 50,000 ദിവസത്തിന്റെ ദൈർഘ്യമാണല്ലോ. അത്രയും ദൈർഘ്യമുള്ള പുതിയൊരു ദിവസം കടക്കുമ്പോൾ അതേ അവന് വീണ്ടും പഴുപ്പിച്ച് ആ ചൂടാക്കിയ പലകയുണ്ടല്ലോ, ആ പലക അവന്റെ നെറ്റിത്തടത്തിൽ വെച്ച് കരിക്കപ്പെടുന്നു, അവന്റെ മുതുകിൽ വെക്കുന്നു, അവന്റെ പാർശ്വഭാഗങ്ങളിലൊക്കെ ഇങ്ങനെ വെച്ച് കരിക്കുകയാണ്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ഒരു ചട്ടകം എടുത്തിട്ട് തീയിലിങ്ങനെ വെച്ചു, അതിങ്ങനെ എടുത്ത് നമ്മുടെ നെറ്റിയിലും നമ്മുടെ ശരീരഭാഗങ്ങളിലൊക്കെ പഴുപ്പിച്ചാൽ ആകെ പൊള്ളുമല്ലോ. അതേ രൂപത്തിൽ ആഖിറത്തിൽ സക്കാത്ത് കൊടുക്കാത്തതിനുള്ള ശിക്ഷ അങ്ങനെയാണ്. അപ്പോൾ പരിശുദ്ധ ഇസ്ലാം എത്ര വലിയ മനോഹരമാണ്. ഈ സക്കാത്ത് കൊടുക്കാൻ പറയുന്നത് നമ്മുടെ സമ്പത്ത് സുരക്ഷിതമാകാനും അതിൽ വർധനവുണ്ടാകാൻ വേണ്ടിയുമാണ്. ഇത് മാത്രമല്ല വിശുദ്ധ ഇസ്ലാം പഠിപ്പിച്ചത്, ഒരു പ്രദേശത്ത് ഭക്ഷണമില്ലാത്തൊരു വ്യക്തിയുണ്ട്, ഒരു പ്രദേശത്ത് വസ്ത്രമില്ലാത്തൊരു വ്യക്തിയുണ്ട്, ഒരു പ്രദേശത്ത് പാർപ്പിടമില്ലാത്തൊരു വ്യക്തിയുണ്ട്, ചികിത്സക്ക് സഹായമില്ലാതെ വിഷമിക്കുന്ന ഒരു വ്യക്തിയുണ്ട്. അങ്ങനെ അടിസ്ഥാന സൗകര്യമില്ലാത്ത, ഭക്ഷണമില്ലാത്ത, വസ്ത്രമില്ലാത്ത, പാർപ്പിടമില്ലാത്ത, ചികിത്സാ സൗകര്യമില്ലാത്ത ആളുകൾ, ആ ആളുകൾ വന്നിട്ട്
പണക്കാരുടെ മുമ്പിൽ വന്നു നമ്മോട് ചോദിക്കുകയാണ്, എനിക്ക് പാർപ്പിടമില്ല, എന്തെങ്കിലുമൊക്കെ ഒരു സഹായം തരണം, അതല്ലെങ്കിൽ ചികിത്സക്ക് ഡയാലിസിസിന് ഒരു സംഖ്യ വേണം, എന്തെങ്കിലും ഒരു സഹായം തരണം. ഭക്ഷണമില്ലാതെ കഴിഞ്ഞുകൂടിയിട്ട് ഒരുപാട് ദിവസമായി, എന്തെങ്കിലുമൊക്കെ ഭക്ഷണം തരണം. വസ്ത്രമില്ല, പെരുന്നാളായിട്ട് പോലും നല്ല വസ്ത്രം ധരിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് ഒരു മുതലാളിയുടെ അടുത്ത് വന്ന് സമീപിച്ചിട്ട് പറഞ്ഞു. ആ മുതലാളി, അത് മുസ്ലിമാവട്ടെ അമുസ്ലിമാവട്ടെ, വിശുദ്ധ ഇസ്ലാമിന്റെ നിയമമാണ്. ആ ചോദിച്ചത് മുസ്ലിമാവട്ടെ, അല്ലെങ്കിൽ മുസ്ലിങ്ങളോട് ശത്രുതയില്ലാതെ ഇണങ്ങി ജീവിച്ച മുസ്ലിമാവട്ടെ, അവനെ സഹായിക്കൽ ഈ മുസ്ലിമിന്റെ മേൽ നിർബന്ധമാണ്, ഫർള് കിഫായയാണ്. അപ്പോൾ ഒരു 10 മുതലാളി ഒരു നാട്ടിലുണ്ട്. 10 മുതലാളിയുടെ അടുത്തേക്ക് ഈ മനുഷ്യൻ ഇങ്ങനെ വന്ന് ഇങ്ങനെ ചോദിക്കുകയാണ്. ഒരാളും തിരിഞ്ഞു നോക്കിയില്ല, ഒരു 5 പൈസ കൊടുത്തിട്ടില്ല. ഈ 10 മുതലാളിയും അല്ലാഹുവിന്റെ മുമ്പിൽ കുറ്റക്കാരനാണ്. എന്നാൽ അതിൽ നിന്നൊരു മുതലാളി എടുത്ത്, നിനക്ക് എന്താ വേണ്ടത്, വസ്ത്രം വേണ്ടത്, ഞാൻ തരാം, അതിന്റെ എല്ലാ കാശും ഞാൻ തരാം എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് കൊടുത്തു. ചികിത്സക്കുള്ള സഹായം കൊടുത്തു, പാർപ്പിടത്തിനുള്ള സഹായം കൊടുത്തു. എന്നാൽ മറ്റു 9 മുതലാളിമാരും ഈ ഒരൊറ്റ ആളുടെ ഈ സഹായം കൊണ്ട് രക്ഷപ്പെടുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ആ കാര്യത്തിലൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. നാളെ ആഖിറത്തിൽ ചോദിക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ലാ തസൂലു ഖദമൽ അബ്ദി യൗമൽ ഖിയാമത്തി ഹത്താ യുസ്അലു അൻ 4 കാര്യങ്ങളെ കുറിച്ച് ചോദിക്കപ്പെടുന്നത് വരെ ഒരാളുടെയും കാൽപാദം മുന്നോട്ട് വെക്കാൻ കഴിയില്ല. ഒന്ന്, അല്ലയോ മനുഷ്യ, നിനക്ക് ഞാൻ ആയുസ് തന്നില്ലേ, ആ ആയുസ് എന്തിൽ നീ ചെലവഴിച്ചു? പ്രായപൂർത്തി എത്തിയത് മുതൽ നിന്റെ റെക്കോർഡിൽ ഓരോന്നും രേഖപ്പെടുത്തി വെക്കുമല്ലോ. നീ കൃത്യമായിട്ട് നിസ്കരിച്ചിട്ടുണ്ടോ, ജമാഅത്തിൽ പങ്കെടുത്തിട്ടുണ്ടോ, എന്തിനാണ് നീ ചെലവഴിച്ചത്? ആ ചോദ്യത്തിൽ മറുപടി പറയേണ്ടയോ മുഅ്മിനീങ്ങളെ? അല്ലാഹുവേ, നിന്റെ പൊരുത്തത്തിലായി ഞങ്ങളുടെ ആയുസ് ചെലവഴിക്കാനുള്ള സൗഭാഗ്യം ഞങ്ങൾക്കൊക്കെ തരണേ അല്ലാഹ്. 2 വാൻ ശബാബിഹി ഫീമാ ബുലാ, മോനെ നിന്റെ യുവത്വം എന്തിൽ ചെലവഴിച്ചു? യുവത്വത്തിന്റെ പ്രസരിപ്പിൽ നമ്മൾ ഒന്നും കാട്ടിക്കൂട്ടരുത്. ആ യുവത്വത്തിൽ നമ്മൾ നന്നായി അധ്വാനിച്ചാൽ, ഖുർആൻ ഓതിയാൽ, പിന്നീട് അങ്ങോട്ട് വാർദ്ധക്യമെത്തുകയാണ്, വയസ്സാവുകയാണ്. ആ വയസ്സാകുന്ന സമയത്ത് ഒരു പക്ഷേ ഖുർആൻ ഓതാൻ കഴിയുന്നില്ല, കാഴ്ച കുറവായി പോയി, പള്ളിയിലേക്ക് നടന്നു വരാൻ കാലുകൊണ്ട് കഴിയുന്നില്ല. അപ്പൊ പടച്ചറപ്പ് ആ യുവത്വത്തിൽ ചെയ്തു കൂട്ടിയ ആ നന്മകളുടെ കണക്കനുസരിച്ച് അല്ലാഹുവിന് കൂലി ലഭിക്കുകയാണ്. അപ്പൊ ഇപ്പൊ നമുക്ക് നല്ല ആഫിയത്തുണ്ട്, കൃത്യമായി പള്ളിയിലേക്ക് വരണം, കൃത്യമായി ഖുർആൻ ഓതണം. എന്നാൽ വയസ്സായാൽ പടച്ച റബ്ബ് അതിനുള്ള കൂലി അപ്പോൾ നൽകുകയാണ്. അല്ലാഹു ചോദിക്കുന്ന 2ാമത്തെ ചോദ്യം, മോനെ നിന്റെ യുവത്വം എന്തിൽ ചെലവഴിച്ചു? റബ്ബേ, നിന്റെ പൊരുത്തത്തിൽ ചെലവഴിക്കാനുള്ള തൗഫീഖ് തരണേ അല്ലാഹ്. 3ാമത്തെ ചോദ്യം, വഅൻ മാലിഹി മിൻ അയ്ന ഇക്തസബഹു വഫീമാ അൻഫഖ, മോനെ നിനക്ക് ഞാൻ സമ്പത്ത് തന്നില്ലേ, ഒന്ന് നീ എന്തിൽ നിന്നാണ് സമ്പാദിച്ചത്? അതുപോലെ ആ സമ്പത്ത് നീ സമ്പാദിച്ചത് എന്തെങ്കിലും ഹറാമായ രൂപത്തിലാണോ? എന്നിട്ടോ ആ സമ്പത്ത് നീ കിട്ടിയത് നല്ലതിൽ തന്നെയാണെങ്കിൽ പോലും വഫീമാ അൻഫഖ, നീ എന്തിലാണ് അത് ചെലവഴിച്ചത്? ചോദിക്കുന്ന ചോദ്യമാ. അതുകൊണ്ട് അതിന് മറുപടി പറയേണ്ടി വരും. 4ാമത്തത്, വാൻ ഇൽമിഹി മാദാ അമില ഫീഹി, മോനെ നിനക്ക് ഞാൻ ഇൽമു തന്നില്ലേ, ആ ഇൽമനുസരിച്ച് നീ പ്രവർത്തിച്ചിട്ടുണ്ടോ? ഓ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ ഉപ്പ, നമ്മുടെ ഉമ്മ ചെറുപ്പത്തിലെ നമ്മളെ മദ്രസയിൽ കൊണ്ടുവന്ന് ചേർത്തി. ആ മദ്രസയിൽ നിന്നാണല്ലോ നമ്മൾ അലിഫ് പഠിച്ചിട്ടുള്ളത്, അദബ് പഠിച്ചിട്ടുള്ളത്, നിസ്കാരം പഠിച്ചിട്ടുള്ളത്, നോമ്പ് പഠിച്ചിട്ടുള്ളത്, സകാത്ത് പഠിച്ചിട്ടുള്ളത്, ഹജ്ജ് പഠിച്ചിട്ടുള്ളത്. ഇതെല്ലാം നമ്മൾ പ്രാവർത്തികമാക്കി ജീവിതത്തിൽ കൊണ്ടു നടന്നിട്ടുണ്ടോ? ആ മദ്രസയിൽ നിന്ന് കിട്ടിയ ബാലപാഠം തന്നെ മതിയല്ലോ നമ്മുടെ ജീവിതം ക്രമീകരിക്കാൻ. നിനക്ക് ഞാൻ ഇൽമു തന്നിട്ട് നീ ആ ഇൽമു കൊണ്ട് പ്രവർത്തിച്ചോ എന്ന് 4ാമതായി ചോദിക്കുമ്പോ അതിന് നമുക്ക് മറുപടി പറയാൻ കഴിയുമോ? റബ്ബേ, ഇൽമനുസരിച്ച് പ്രവർത്തിക്കാനുള്ള തൗഫീഖ് നീ തരണേ അല്ലാഹ്.
ശുദ്ധ ഇസ്ലാം മൂന്നാമതായി പഠിപ്പിക്കുന്നത് സകാത്താണ്, നാലാമത് നോമ്പാണ്. ആ നോമ്പ് അൽഹംദുലില്ലാഹ് നമ്മൾ നോറ്റ് ഒരു പാകപ്പിഴവും ഇല്ലാതെ നമ്മളിൽ നിന്ന് അല്ലാഹു ഖബൂലാക്കി തരും. അതാവട്ടെ നോമ്പിന്റെ അവസാനം കിട്ടുന്നത് ലഅല്ലകും തത്തഖൂൻ, നിങ്ങൾക്ക് ഭക്തി ഉണ്ടാവുക എന്നതാണ്. ആ ഭക്തിയിലൂടെ അടുത്ത റമദാൻ വരെ നമുക്ക് അല്ലാഹുവിനെ പേടിച്ച് ജീവിക്കാനുള്ള തൗഫീഖ് അല്ലാഹു നൽകുമാറാവട്ടെ. വിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്ന അഞ്ചാമത്തെ കാര്യം ചുരുക്കുകയാണ്, ഹജ്ജ്. ആ ഹജ്ജ് വളരെ കൃത്യമായി പണക്കാരും അഥവാ അതിലേക്ക് പോകാനുള്ള വഴിയാലും തടിയാലും അതുപോലെ യാത്രയും വഴിയും സമ്പത്തുമൊക്കെ എളുപ്പമായിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ഹജ്ജ് ചെയ്യണം. ആ ഹജ്ജ് ചെയ്തിട്ടില്ലെങ്കിലോ ഒരാൾക്ക് അല്ലാഹു സമ്പത്ത് കൊടുത്തു, എന്നിട്ട് ആ അല്ലാഹുവിന്റെ വിശുദ്ധമായ കഅബാലയത്തിലേക്ക് എത്താനുള്ള വഴി എളുപ്പമായി, യാത്രാ സൗകര്യം എളുപ്പമായി, ഭക്ഷണം സൗകര്യമായി എല്ലാം ഉണ്ടായിട്ടും വലം യഹുജ്ജ, അദ്ദേഹം ഹജ്ജ് ചെയ്തിട്ടില്ല എങ്കിൽ ഫലാ അലൈഹി അൻ യമൂത യഹൂദിയൻ ഔ നസ്റാനിയ, അവൻ ഒരു പക്ഷേ യഹൂദിയായിട്ട് അല്ലെങ്കിൽ നസ്റാനിയായിട്ട് മരിക്കാൻ സാധ്യതയുണ്ടെന്ന് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. റബ്ബേ നീ കാത്തുരക്ഷിക്കണേ റഹ്മാനേ. എന്നാലോ നല്ല രൂപത്തിൽ ഹജ്ജ് ചെയ്തു, ഒരു കളങ്കവുമില്ല, വളരെ പ്യുവറാണ്, ക്ലിയറായ രൂപത്തിൽ ഹജ്ജ് ചെയ്താൽ മൻ ഹജ്ജ ലില്ലാഹി ഫലം യർഫുദ് വലം യഫ്സുഖ് റജഅ കയൗമി വലദതുഹു ഉമ്മുഹു, അവനൊരു ഉമ്മ പ്രസവിച്ചതുപോലെ നല്ല പളുങ്ക് പോലെയുള്ള ഹജ്ജായി മാറുകയാണ്. ആ രൂപത്തിൽ ഹജ്ജ് ചെയ്യാൻ അർഹമുറാഹിമായ അല്ലാഹ് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. കൂട്ടത്തിൽ ഒരു സംഗതി കൂടെ ഓർമ്മപ്പെടുത്തുകയാണ്, അടുത്ത മാസം ദുൽഖഅദാണ്, പിന്നെ കഴിഞ്ഞാൽ ദുൽഹിജ്ജ മാസമാണ്, ഹജ്ജ് മാസം വരികയാണ്. ഹജ്ജ് മാസത്തിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം ഉദ്ഹിയ്യത്ത് എന്ന് പറയുന്ന വലിയ കർമ്മം, അത് വലിയ പുണ്യമുള്ളൊരു സംഗതിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓർമ്മിപ്പിച്ചു, വിത്ർ നിസ്കരിക്കുന്നത് പോലെ, ദുഹാ നിസ്കരിക്കുന്നത് പോലെ അല്ലാഹുവിലേക്ക് അടുക്കാൻ പറ്റിയ ഏറ്റവും വലിയ ഒന്നാണ് ഉദ്ഹിയ്യത്ത് കർമ്മം നിർവഹിക്കുക എന്നുള്ളത്. അതിൽ നമ്മൾ പങ്കുചേരണം. നമ്മുടെ മഹല്ലത്തിൽ അല്ലെങ്കിൽ തൊട്ടടുത്ത മഹല്ലിൽ ഒരു 8000 രൂപ കൊടുത്താൽ, അതല്ലെങ്കിൽ ഒരു 8500 രൂപ കൊടുത്താൽ, അല്ലെങ്കിൽ ഒരു 10,000 രൂപ താഴെയുള്ള ഒരു രൂപ മാത്രമേ ഒരു പോത്തിൽ ഒരു 7 ആൾ കൂടിയിട്ടുള്ള ഒരു ഉദ്ഹിയ്യത്തിൽ നമുക്ക് ലഭിക്കുകയുള്ളൂ. അത്ര പൈസയെ വരുന്നുള്ളൂ. അത് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അത് നിർവഹിക്കാൻ വേണ്ടി നമ്മൾ തയ്യാറാവണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ച് മഹദിയായ ആയിഷ ബീബി റളിയല്ലാഹു അൻഹാ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉമ്മത്തിങ്ങൾക്ക് അത് സുന്നത്താക്കിയിട്ടുണ്ടെങ്കിലും തങ്ങൾക്കത് നിർബന്ധമാണ്. മറ്റൊരു ഹദീസിൽ കാണാൻ കഴിയും, ആ ഒരു മൃഗത്തെ ഒരാൾ ബലി അറുത്താൽ അത് അവനക്ക് സ്വർഗത്തിലേക്കുള്ള വാഹനമാണ്. ഇത്രയുമൊക്കെ പോരിശയുള്ള ഈ മഹത്തായ കർമ്മങ്ങളിലൊക്കെ നമ്മൾ മഹല്ലുകളിൽ നമ്മൾ സജീവമായി മുന്നിട്ടിറങ്ങണമെന്ന് ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു നമ്മുടെ സദസ്സ് നമ്മളിൽ നിന്ന് കബൂലാക്കി പെരുമാറാവട്ടെ. എല്ലാവരും എഴുന്നേറ്റ് നിൽക്കണം. നമുക്ക് ഈ ആക്രമ ബൈത്ത് ചൊല്ലിയിട്ട് ഇൻഷാ അല്ലാഹ് സീദവറുകൾ ദുആ ചെയ്തു തരുന്നതാണ്. يا أكرم الخلق ما لمن ألوذ به سواك عنده للحديث العميم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم ولن يضيق رسول الله جاهك بي إذا الكريم تجلى باسم متقيم مولاي لم دائما على حبيبك خير الخلق كلهم فإن من جودك دنيا وضرتها ومن علومك علم اللوح والقلم مولاي صل وسلم دائما أبدا
خير الخلق كلهم يا نفس لا تقنطي من زلة عظمت إن الكبائر في الغفران كالأمم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم لعل رحمة ربي حين يقسمها تأتي على حسب العصيان في القسم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم يا ربي واجعل رجائي غير منعكس لديك واجعل حسابي غير منخرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم والطف بعبدك في دارين إن له صبرا متى تدعوه الأهوال ينهزم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم واغفر لصحبي صلاة منك دائمة على النبي بمنهل ومنسجم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم والآل والصحب ثم التابعين لهم أهل التقى والنقى والحلم والكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم مرنت عذبات الباني ريح صبا وأطراب العيسى بالعيسي بالنغم سيدنا رسول الله سيدنا حبيب الله سيدنا رسول الله سيدنا حبيب الله ثم الرضا عن أبي بكر وعن عمر وعن علي وعن عثمان للكرم سيدنا رسول الله سيدنا حبيب الله سيدنا رسول الله سيدنا حبيب الله سعد سعيد زبير
طلحة وأبي عبيدة وابن عوف عشير الكرم سيدنا رسول الله سيدنا حبيب الله سيدنا رسول الله سيدنا حبيب الله يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي صل وسلم دائما ابدا على حبيبك خير للخلق كلهم. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ നിന്ന് ഖബൂലാക്കുമാറാവട്ടെ. എല്ലാവരും ഇൻഷാ അല്ലാഹ്. ഇന്നത്തെ ചായ നമ്മുടെ പട്ടണത്തിൽ മുഹമ്മദ് ഹാജിയുടെ ഉമ്മയുടെ പേരിൽ നടത്തുന്നതാണ്. അദ്ദേഹത്തിൻ്റെ മകന് റിയാസ് എൻ്റെ കൂടെ 10 പേരെ പഠിച്ച വിദ്യാർത്ഥിയാണ്. അദ്ദേഹം വിദേശത്തേക്ക് ദുആ ചെയ്യണമെന്ന് ഏൽപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഒരു 10 തഹ്ലീൽ ചൊല്ലിയിട്ട് ദുആ ചെയ്യുകയാണ്. ജദ്ദിദു ഈമാനക്കും വനവീറു ഖുലൂബക്കും വസയ്യിനു അൽസിനതക്കും ബിഖൗലി ലാ ഇലാഹ ഇല്ലല്ലാഹ് 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 لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله. الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيده. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل